Good evening to all. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബഡ്ജറ്ററി കൺട്രോൾ എന്ന ചാപ്റ്റർ ലെസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇനി എടുക്കാൻ പോകുന്നത് ഫ്ലെക്സിബിൾ ആൻഡ് ഫിക്സ്ഡ് ബഡ്ജറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ കോസ്റ്റ് ഷീറ്റ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ എല്ലാവരും അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുക. നമ്മൾ എന്താണ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് പറഞ്ഞത്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് അല്ലെ, ഫ്യൂച്ചർ ആക്ഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഓർഗനൈസേഷനിൽ ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെ ആയിരിക്കണം എന്ന്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആക്ഷൻസ് ഒക്കെ എങ്ങനെ എടുക്കണം എന്ന് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുക. അതൊരു എസ്റ്റിമേറ്റ് ആണ് അല്ലെ. ബഡ്ജറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് പ്രിപ്പയർഡ് ഫോർ ഡെഫിനറ്റ് ഫ്യൂച്ചർ പീരീഡ്, ഏത് ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ ഇല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ടേംസിൽ. ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മളെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ലെവൽ ഓഫ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഈ ബഡ്ജറ്റിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയാണെങ്കിൽ ആ ഒരു ബഡ്ജറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഓക്കെ, ഒന്നും കൂടി പറയാം. Flexible budget, it is a budget known as constant budget. Flexible budget is prepared for any level of production as an estimate of statement for all expenses. That's the expenses are classified into 3 items: variable, semi-variable, and fixed expense. The stretch of the budget for any output is only to the tune of the actual performance achieved. This is the budget activities not only to have comparison in between various levels of production, but also to identify level of lowest production cost. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ലെവൽ ഓഫ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ആ ഓർഗനൈസേഷന്റെ ബഡ്ജറ്റിന് മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയാണെങ്കിൽ ആ ബഡ്ജറ്റിനെ പറയുന്ന പേരാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഇപ്പൊ നമ്മൾ 100 യൂണിറ്റ്സ് ആണ് നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മളൊരു 10,000 യൂണിറ്റ്സ് ആക്കിയിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുകയാണ് അടുത്ത മാസം. അപ്പൊ നമുക്ക് വേഗം ഈ ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആണ് ആ കമ്പനിയിൽ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റിന് അതിനനുസരിച്ച് ഈ 10,000 യൂണിറ്റ്സ് ആക്കിയിട്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഓക്കെ, അതിന് പകരം നമ്മളിപ്പോ 1000 യൂണിറ്റ് ആണ് ഇപ്പോൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമ്പനിയിൽ. അതിന് പകരം ഒരു 500 യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ മാറ്റണം. കാരണം നമ്മളുടെ അത്ര ക്യാഷ് ഇല്ല, അതുകൊണ്ട് നമ്മൾ യൂണിറ്റ്സ് കുറയ്ക്കുകയാണ് ചെയ്തത്, കപ്പാസിറ്റി കുറവായതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആണ് ആ കമ്പനിയിൽ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റിന് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഓക്കെ, ഇതിനെയാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയാം. ഓക്കെ, എന്നാൽ ഫിക്സ്ഡ് ബഡ്ജറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. It is a budget known as constant budget. Never register the changes in the preparation of a budget being prepared for irrespective level of output or production. This budget is mainly meant for the fixed overhead of the firm which are constant in volume irrespective of level of production. Okay, ഇതിൽ എന്താ പറയുന്നത്? ഫിക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരേ ബഡ്ജറ്റ് ആയിരിക്കും ത്രൂ ഔട്ട് കമ്പനിയിൽ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ്ലി 1000 യൂണിറ്റ്സ് ആ ബഡ്ജറ്റിന്റെ ആ ഒരു പീരീഡ് എത്രയാണോ ആ ഒരു പീരീഡ് കഴിയുന്നവരെയും ആ യൂണിറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഫിക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ബഡ്ജറ്റ് ആണ്. അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലംസിലോട്ട് കിടക്കാം അല്ലെ. ഇല്ലുസ്ട്രേഷൻ 3 നോക്കിക്കോളൂ. ഇല്ലുസ്ട്രേഷൻ 3 എല്ലാവരും ഒന്ന് റൈസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. Draft a flexible budget for overhead expenses on the basis of following information and determine the overhead rate at 70%, 80%, and 90% planned capacity.
നിങ്ങൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ശ്രദ്ധിക്കുക. കാരണം ഇത് സിമ്പിൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. 20 മാർക്കിനൊക്കെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസിയാണ് ആ 20 മാർക്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കാരണം ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്താണോ അതേപോലെ നമുക്കൊന്ന് ജസ്റ്റ് പകർത്തി വെച്ചാൽ മതിയാവും. അതേപോലെ അതിൽ പറഞ്ഞിട്ടുള്ള 2 കോളംസിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രോബ്ലം കഴിയുമ്പോൾ എന്താ എഴുതണ്ടേന്നുള്ളത് മനസ്സിലാവും. ഇവിടെ താഴെ തന്നിരിക്കുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് വെച്ചിട്ട് അതിന്റെ ബേസിൽ ഇപ്പൊ 70% കപ്പാസിറ്റിയിൽ ഒരു ബഡ്ജറ്റ് എങ്ങനെ തയ്യാറാക്കാം, 80% കപ്പാസിറ്റിയിൽ എങ്ങനെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം, 90% കപ്പാസിറ്റിയിൽ ബഡ്ജറ്റിന്റെ കണക്ക് എങ്ങനെയായിരിക്കും. ഇതിൽ 80% കപ്പാസിറ്റിന്റെ കാര്യം ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാരിയബിൾ ഓവർ ഹെഡ് ഇത്രയാണ് എടുത്തിരിക്കുന്നത്, സെമി വാരിയബിൾ ഓവർ ഹെഡ് ഇത്രയാണ്, അതേപോലെ ഫിക്സ്ഡ് ഓവർ ഹെഡ് ഇത്രയാണ്. അത് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 70% കപ്പാസിറ്റിയില് ബേസിൽ എങ്ങനെ നമുക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം, 90% കപ്പാസിറ്റി വെച്ചാൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ക്വസ്റ്റ്യൻ നേരെ വായിക്കുക, ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് എന്ന് നോക്കുക. ഇതിൽ എല്ലാത്തും ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. വാരിയബിൾ ഓവർ ഹെഡ്, ഇൻഡയറക്ട് ലേബർ തന്നിട്ടുണ്ട്, സ്റ്റോഴ്സ് ഇൻക്ലൂഡിങ് സ്പെയേഴ്സ് തന്നിട്ടുണ്ട്, സെമി വാരിയബിൾ ഓവർ ഹെഡ്. അവിടെ ഒരു ചെറുതായിട്ടൊരു മാറ്റം വരുത്തിക്കേ. പവർ 30% ഫിക്സ്ഡും 70% വാരിയബിൾ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ എമൗണ്ട് തെറ്റാണ്. അതിലൊരു മാറ്റം വരുത്തു. സെമി വാരിയബിൾ ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ പവർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 20%ഉം അതേപോലെ 80%ഉം ആണ്. ഫിക്സ്ഡ് 20%, വാരിയബിൾ 80%. ക്വസ്റ്റ്യൻ തെറ്റാണ്, അതൊന്ന് മാറ്റുക കേട്ടോ. 20% 80% ആക്കുക. ഓക്കെ, ചേഞ്ച് ചെയ്തില്ലേ? ജസ്റ്റ് റൈസ് ചെയ്യാൻ. ഈ 15 എബോവ് പോണില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ സെമി വാരിയബിൾ ഓവർ ഹെഡ്സ് നമ്മൾ പവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 20% ആൻഡ് 80% രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റെനൻസും ഇതേപോലെ ഫിക്സ്ഡ് 80% ആയിട്ടും വാരിയബിൾ 20% ആയിട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 4000ഉം ഓക്കെ. ദെൻ ഫിക്സ്ഡ് ഓവർ ഹെഡ്, ഡിപ്രീസിയേഷൻ, ഇൻഷുറൻസ്, സാലറീസ്. ഇത് ഇതേപോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അതിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതിയാവും. ഈ വാരിയബിലിറ്റി വരുന്നവിടെ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഫോർ ദ വാരിയസ് കപ്പാസിറ്റീസ് നോക്കാം. ആൻസർ നോക്കാം. പെർട്ടിക്കുലേഴ്സ് എടുത്ത് എഴുതുക നിങ്ങൾ. 70% കപ്പാസിറ്റീന്റെ ഒരു കോളം, 80% കപ്പാസിറ്റീന്റെ ഒരു കോളം, 90% കപ്പാസിറ്റീന്റെ ഒരു കോളം. ആദ്യം തന്നെ ഐറ്റം വാരിയബിൾ ഓവർ ഹെഡ്, ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മൾ ഈ 24,000 ഡിവൈഡഡ് ബൈ 80% കപ്പാസിറ്റിയിലല്ല അത് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻറ്റു 100 ചെയ്യാം. 24,000 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 എത്ര വരും? 30,000 അല്ലേ? 30,000 ഇൻറ്റു 70%. അത് പറഞ്ഞാൽ നമ്മളിപ്പോ 24,000 എന്താണ്? ഇൻഡയറക്ട് ലേബർ ആണ്. ഡിവൈഡഡ് ബൈ എത്ര കപ്പാസിറ്റിയിലാണ്? 80% കപ്പാസിറ്റിയിലാണ്. അപ്പൊ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 30,000 ആണ് അതിന്റെ ഫുൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇനി 70 കപ്പാസിറ്റിയിൽ അപ്പൊ എത്ര വരും എന്ന് അറിയണ്ടേ? അപ്പൊ ആ 30,000 ഇൻറ്റു 70% അപ്പൊ എത്രയാണ്? 21,000 അല്ലെ? 21,000. എന്താ ചെയ്തപ്പോ 24,000 ഡിവൈഡഡ് ബൈ 80 into 100 ഈക്വൽ ടു 30,000. നമുക്ക് 70% കപ്പാസിറ്റിയിലെ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? 30,000 into 70% ഈക്വൽ ടു 21,000. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പുറത്ത് 90% കപ്പാസിറ്റി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 30,000 into
90%. അപ്പൊ എത്ര വരും? 30,000 into 90%. 27,000 അല്ലേ? 27,000. അപ്പൊ നമ്മൾ ഈ കോളത്തിൽ എഴുതി. ഇനി അടുത്ത ഐറ്റം സ്റ്റോഴ്സ് ഇൻക്ലൂഡിങ് സ്പെയർസ്. സ്റ്റോഴ്സ് ഇൻക്ലൂഡിങ് സ്പെയർസ് 80% കപ്പാസിറ്റിയിൽ എത്ര എമൗണ്ട് തന്നിരിക്കുന്നത്? 8,000 ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അതേപോലെ നമ്മൾ മുകളിൽ ചെയ്ത പോലെ താഴത്തൊന്ന് ചെയ്ത് നോക്കിയേ. 8,000 ആണ്. എത്ര വരും? 8,000 ഡിവൈഡഡ് ബൈ 80 into 100 എത്രയാണ്? 10,000. അപ്പൊ ഇപ്പുറത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി ആ 10,000 വെച്ചിട്ട് 70%ഉം 90%ഉം കാണണം. അപ്പൊ 10,000 into 70%, 7,000 എന്ന് നമ്മൾ 70% കപ്പാസിറ്റിയിൽ എഴുതി. 10,000 into 90%, 9,000 എന്ന് പറഞ്ഞിട്ട് ഈ കപ്പാസിറ്റിയിൽ എഴുതി. ഓക്കെ. അടുത്ത ഐറ്റം സെമി വാരിയബിൾ ഓവർഹെഡ്. അതിൽ നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് 20%, വാരിയബിൾ 80%. അപ്പൊ നമ്മളത് സെപ്പറേറ്റ് ആണ് എഴുതുക. ഫിക്സ്ഡ് 20% എന്ന് പറഞ്ഞിട്ട് മുകളില്, അതേപോലെ ടെക്സ്റ്റിൽ കാണുന്ന പോലെ വാരിയബിൾ 80% എന്ന് പറഞ്ഞിട്ട്. ഈ 40,000 ഇല്ലേ, 40,000 ഡിവൈഡഡ് ബൈ സോറി 40,000 നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. 40,000 നമ്മൾ 20%ഉം 80%ഉം. ഫിക്സ്ഡ് അറിയണം, നമുക്ക് വാരിയബിൾ അറിയണം. ടോട്ടലിനാണ് നമ്മൾ നോക്കുക. ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 40,000 into 20% into 80% എത്രയാണ്? 40,000 into 20% 8,000 ആണ്. 40,000 into 20% 8,000 ഫിക്സ്ഡ് എല്ലാവിടെയും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ചേഞ്ച് ആവില്ല എന്ന്. ഏത് കപ്പാസിറ്റി ആയാലും ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ആവില്ല. അത് എന്തായാലും വരാനുള്ള കോസ്റ്റ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണ എല്ലാ ഐറ്റംസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമുക്ക് ചിലപ്പോ ചില സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത്ര റോ മെറ്റീരിയൽസ് വേണ്ടി വരില്ല. കാരണം നമ്മൾ ഡിമാൻഡും സപ്ലൈ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ വാരിയബിൾ ഐറ്റംസ് ഒക്കെ വാരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഫിക്സ്ഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷൻ, ഒരു ബിൽഡിങ്ങിലാണ്, ഒരു കെട്ടിടത്തിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ കെട്ടിടത്തിന്റെ റെന്റ്, വാടക മാസം മാസം മാറിക്കൊണ്ടിരിക്കുവോ? ഇല്ല. നമ്മൾ ആ വർഷം മുഴുവൻ ആ റെന്റാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു പവറിന് ഇത്രേ എമൗണ്ട് വരത്തുള്ളൂ. അത് ഫിക്സ്ഡ് ആണ്. അപ്പൊ അത് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഈ എല്ലാ 70% കപ്പാസിറ്റി ആണെച്ചാലും, നമ്മളിപ്പോ 80% കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ 90% ആണെച്ചാലും അവിടെ ആ റെന്റ് മാത്രം കൊടുത്താൽ മതി. അതിൽ പ്രത്യേകിച്ച് വേരിയേഷൻ വരില്ല. അതാണ് ഫിക്സ്ഡ് കോസ്റ്റിൽ വരിക. ഓക്കെ. അതാണ് ഇവിടെ 20% പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് കപ്പാസിറ്റി ആണെച്ചാലും 8,000 അവിടെ വരുള്ളൂ. ഇനി 80% നമ്മൾ കാണുമ്പോൾ ഈ ഒരു 40,000 ഡിവൈഡഡ് ബൈ 80 into 100 എത്ര വരും? 50,000 അല്ലേ? 50,000. ഇനി ഈ 50,000 70%ഉം 50,000 70% എത്ര വരും? 35,000 അല്ലേ? 35,000. ഈ 35,000 80% എത്ര വരും? നമ്മുടെ വാരിയബിൾ ഐറ്റംസ് എത്രയാണ്? വാരിയബിൾ എക്സ്പെൻസ് 80% ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 35,000 80% എത്രയായിരിക്കും? 28,000 ആണ്. 28,000. അപ്പൊ 28,000 കിട്ടി അല്ലെ? നമുക്ക് ടോട്ടൽ 40,000 ഡിവൈഡഡ് ബൈ 80,000 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. 40,000 ഡിവൈഡഡ് ബൈ 80,000 into 100 50,000. 50,000 into 70%. 70% കപ്പാസിറ്റിയിൽ
35,000 വരും. അതിന്ന് നമ്മൾ ആ 35,000ന്റെ 20% നമുക്ക് ഏതിൽ പോയി? ഫിക്സ്ഡ് കോസ്റ്റിൽ പോയി. ബാക്കി 80% എത്രയാണ് 35,000ന്റെ? 28,000. അപ്പൊ അതേപോലെ 90%ന്റെ കണ്ടുപിടിക്കൂ. ബാക്കിയുള്ള 50,000 വരെ കിട്ടുന്ന വരെ ഓക്കെയാണ്. 50,000 ഇൻറ്റു 90%. 50,000 ഇൻറ്റു 90% എത്രയാണ്? 45,000. 45,000 ഇൻറ്റു 80% എത്രയാണ്? 36,000. അപ്പൊ നമുക്ക് അതും കിട്ടി. ഇനി അടുത്ത ഐറ്റം റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസും ഇതേപോലെ ഐറ്റം കൊടുത്തിട്ടുണ്ട്. 80% ഫിക്സ്ഡും 20% വാരിയബിളും. അപ്പൊ അതേപോലെ ബാക്കിയുള്ള ഐറ്റം കണ്ടുപിടിക്കൂ. നമ്മുടെ ഐറ്റം 80% ഫിക്സ്ഡ് ആണ്. 3,200 ആണ് വന്നിട്ടുള്ളത്. ഫിക്സ്ഡ് കോസ്റ്റ് എല്ലാത്തിലും സെയിം ആണ്. വാരിയബിലിറ്റി നമ്മൾ മുകളിൽ കണ്ട പോലെ താഴത്ത് കണ്ടുപിടിക്കാം. 700, 800, 900 എന്ന രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 4,000 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 എത്ര വരും? 5,000 വരും. ഈ 5,000 ഇൻറ്റു 70% 3,500. ഈ 3,500 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് വാരിയബിലിറ്റി? 20%. അപ്പൊ 700. 70%-ല് കപ്പാസിറ്റിയിൽ 700 കിട്ടി. അതേപോലെ തന്നെ 90%-ല്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ റൈസ് ചെയ്യാൻ. എല്ലാവരും റൈസ് ചെയ്യണം. വേഗം 50 എബോവ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം അടുത്തതിലോട്ട് പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിക്സ്ഡ് ഓവർഹെഡ് ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഫിക്സ്ഡ് ഓവർഹെഡ് ചേഞ്ച് ആവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഇപ്പൊ 70% ആയിക്കോട്ടെ, 80% ആയിക്കോട്ടെ, 90% ആയിക്കോട്ടെ, എല്ലാത്തിലും സെയിം എമൗണ്ട് ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഡിപ്രീസിയേഷൻ, ഇൻഷുറൻസ്, സാലറി സെയിം എമൗണ്ട് ആയിരിക്കും. അതെടുത്ത് എഴുതുക. എന്നിട്ട് നമ്മൾ ഈ 70% കപ്പാസിറ്റിയിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടോട്ടലായിട്ട് വരുന്ന ഓവർഹെഡ് എത്രയും നോക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ടോട്ടൽ എത്ര വരും എന്നുള്ളത് നോക്കാം. അതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഈ 70% കപ്പാസിറ്റിയിലുള്ള എല്ലാ ഐറ്റംസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,15,900 കിട്ടും. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പൊ പറയുമ്പോൾ ജസ്റ്റ് എഴുതി വെക്കാനുള്ള ടൈമേ കിട്ടുള്ളൂ. കാരണം അത്രയും സ്പീഡായിട്ട് ഒപ്പം വരേണ്ടി വരില്ല ഞാൻ. അതുകൊണ്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക എങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ കേട്ടോ. ഇപ്പൊ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. ദെൻ അടുത്തത് 80% കപ്പാസിറ്റിയിലെ എല്ലാ ഐറ്റംസും കൂടി ടോട്ടൽ ചെയ്തോളൂ. അപ്പൊ എത്ര കിട്ടുക? 1,24,000 കിട്ടും. ഇനി 90%-ലെ എല്ലാ ഐറ്റംസും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ ഓവർ ഹെഡ് 1,32,100 കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സെയിം ഐറ്റംസ് നമ്മൾ എടുത്ത് എഴുതുന്നു, യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ദെൻ നമ്മൾ എത്രയാണോ പെർസെൻറ്റേജ് ഓഫ് കപ്പാസിറ്റി അതും കൊണ്ട് ഇൻഡു ചെയ്യുന്നു, ദെൻ കറക്റ്റ് എമൗണ്ട് എടുത്ത് എഴുതുന്നു. ഇൻ കേസ് ഫിക്സ്ഡ് ആൻഡ് വാരിയബിൾ ആണെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ 3 എണ്ണത്തിൽ എഴുതുന്നു. വാരിയബിലിറ്റി ദെൻ 70%, 90% കണ്ടിട്ട് വാരിയബിലിറ്റി എഴുതുന്നു. സോ ബാക്കി ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അടുത്തത് മാസ്റ്റർ ബഡ്ജറ്റ്. Master budget immediately after the completion of functional or departmental level budget, the major responsibility of the budget officer is to consolidate the various budget together, which is a detailed report of all operation of the firm for a definite period. നമുക്കറിയാം മാസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ?
അത്ര അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണെങ്കിൽ അല്ലെ, ഹയസ്റ്റ് പൊസിഷൻ ആണ്. അവിടെ എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അവിടെയാണ് എല്ലാം കൂടി ചേരുന്നത്. അതേപോലെ തന്നെയാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ലെവൽ ബഡ്ജറ്റുകളെല്ലാം കൂടിച്ചേരുന്ന ബഡ്ജറ്റ് ആണ് ഏത് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും അവസാനം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ചെയ്യുന്ന ബഡ്ജറ്റ് ആണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഫുൾ ആർക്കായിരിക്കും? ബഡ്ജറ്റ് ഓഫീസർക്കായിരിക്കും. ഓക്കെ, എല്ലാ ബഡ്ജറ്റിനെയും കൺസോളിഡേറ്റ് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു. ഓക്കെ, ഇതൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ്. ഇപ്പൊ മാസ്റ്റർ ബഡ്ജറ്റ് നോക്കി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഒരു ഡെഫിനറ്റ് പീരീഡിൽ, ഇപ്പൊ ബഡ്ജറ്റ് ഏത് പീരീഡിലേക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പീരീഡിൽ എല്ലാ ഓപ്പറേഷൻസിന്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടും? മാസ്റ്റർ ബഡ്ജറ്റിൽ നിന്നും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ സീറോ ബേസ് ബഡ്ജറ്റിംഗ്. Zero based budgeting is one of the renowned managerial tool. It is developed in the year 1962 in America by the former president Jimmy Carter. ജിമ്മി കാർട്ടർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. മോസ്റ്റ് റിനോഡ് ആയിട്ടുള്ള ഒരു മാനേജറിയൽ ടൂൾ ആണ് ഇതെന്ന് പറഞ്ഞാൽ. ഇത് മെയിൻ ആയിട്ട് നമ്മളിപ്പോ പാസ്റ്റ് ഇയേഴ്സിനെ ഒന്നും കൺസിഡർ ചെയ്യില്ല. എസ്റ്റേ പീരീഡ്സ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ ദി സീറോ ബേസ് ബഡ്ജറ്റിംഗ്. നമ്മൾ പാസ്റ്റ് ഇയേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യില്ല. ഇത് ആദ്യത്തെ വർഷമാണ് നമ്മുടെ കമ്പനി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പാസ്റ്റ് ഡാറ്റ ഒന്നും കൺസിഡർ ചെയ്യാതെ ആദ്യം എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് സീറോയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പാസ്റ്റില് ഇപ്പൊ എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ അതൊന്നും കൺസിഡർ ചെയ്യില്ല. ഇപ്പൊ പുതിയതായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ, അതുകൊണ്ടാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന പേര് വന്നിട്ടുള്ളത്. കറന്റ് ഇയർ ന്യൂ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ലൈൻസ് നോക്കുക. The zero based budgeting considers the current year as a new year for the preparation of budget, but the established is not considered for consideration. Okay, the future activities are forecasted through the zero based budgeting in accordance with the future activities. ഫ്യൂച്ചർ ആക്ടിവിറ്റീസിന്റെ ബേസിലായിരിക്കും നമ്മൾ സീറോ ബേസ് ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് വിത്ത് സീറോ ബേസ് ബഡ്ജറ്റിംഗ് ആണ്. ട്രഡീഷണൽ ബഡ്ജറ്റിംഗും സീറോ ബേസ് ബഡ്ജറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് പറയുന്നത്. ട്രഡീഷണൽ ബഡ്ജറ്റിംഗിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യണത് എക്സ്പെൻഡിച്ചറിന്റെ ചേഞ്ചസ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുക. പക്ഷെ സീറോ ബേസ് ബഡ്ജറ്റിംഗിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അവിടെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് കൃത്യമായി നടക്കുന്നുണ്ട്. ഓക്കെ, അത് നോട്ട് ചെയ്യുക കേട്ടോ. ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിടാം. മെയിൻ ആയിട്ട് സ്റ്റെപ്സ് പറയുന്നത് നമ്മൾ സീറോ ബേസ് ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്നു, അതിന്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു, അതിന്റെ അപ്ലിക്കേഷൻ ലെവലിലെല്ലാം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഓരോ ആക്ടിവിറ്റീസിനും പ്രിയോറിറ്റീസ് കൊടുക്കുന്നു, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുന്നു, നമ്മൾ ഡിസിഷൻ പാക്കേജ് അപ്രൂവ് ചെയ്യുന്നു, അതേപോലെ ബഡ്ജറ്റ് ഫൈനലൈസ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ്സ് മാനേജ്മെന്റിനെ ഗൈഡ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലും ഫ്യൂച്ചർ ആക്ഷൻസിന് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു. ഈ ഒരു മാനേജേഴ്സിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഫ്യൂച്ചർ നന്നായിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാ റിസോഴ്സസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ദെൻ നമുക്ക് ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ ആണ് സീറോ ബേസ് ബഡ്ജറ്റിങ്ങിലൂടെ കൊണ്ടുവരുന്നത്. ഇനീഷ്യൽ ആയിട്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പാസ്റ്റ് ഇയേഴ്സത്തെ ഒരു എക്സ്പെൻസോ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പൊസിഷനോ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗിൽ പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവരാൻ സീറോ ബേസ് ബഡ്ജറ്റിംഗിലൂടെ കഴിയും. പക്ഷെ ഇവിടുത്തെ ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത് നോൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഇവിടെ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, പിന്നെ ഓരോ ഡിസിഷൻ പാക്കേജും കൊണ്ടുവരിക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. പിന്നെ ഇതേപോലെ ആദ്യമായിട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ സീറോ ബേസ് ബഡ്ജറ്റിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ ഇതിന്റെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. നമ്മൾ ഒരു കാര്യം ആദ്യമായി ചെയ്യുമ്പോൾ എന്താണ് അതിന് കുറേ ടൈം കൊടുക്കേണ്ടി വരും. അതേപോലെ അതിന്റെ കോസ്റ്റും കൂടുതലായിരിക്കും. ഓക്കെ, അല്ലെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ വരുള്ളൂ. ബാക്കി ഐറ്റംസ് കൂടുതലായിട്ട് ചോദിച്ചിട്ടില്ല.
Next lesson is marginal costing. ഈ ഒരു ചാപ്റ്ററിൽ BEP, PV ratio, consideration ഇതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗ് നമ്മള് ക്ലാസിഫിക്കേഷൻ, കോസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വാരിയബിലിറ്റിന്റെ ബേസിൽ കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണത് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഫിക്സ്ഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന കോസ്റ്റ് അല്ലേ? റെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു, ബിൽഡിങ്ങിന്റെ റെന്റ്. വാരിയബിൾ കോസ്റ്റോ പ്രൊഡക്ഷൻ നടത്താനുള്ള ചെലവ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എക്സെട്ര അല്ലേ? അപ്പോ ഈ വാരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗിന് ഇൻക്രിമെന്റൽ കോസ്റ്റിംഗ് എന്ന് പറയാം. കാരണം ഇതെല്ലാം വാരിയബിൾ ആയിട്ടുള്ള എല്ലാ കോസ്റ്റും കൂടി കൂടിച്ചേർന്നിട്ടുള്ളതാണ്. ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇത് പണ്ട് ഉണ്ടായിരുന്നില്ല. അതിന് പകരം അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആയിരുന്നു. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് സൈഡിൽ എഴുതി വെക്കുക. ടെക്സ്റ്റിലുണ്ടോ? എഴുതി വെച്ചോളൂ. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വാരിയബിൾ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമായിരുന്നു. ഫിക്സ്ഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റിംഗ് എവിടെ കൺസിഡർ ചെയ്യും? അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ കൺസിഡർ ചെയ്യും. പക്ഷെ മാർജിനൽ കോസ്റ്റിംഗ് ആവുമ്പോൾ വാരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഫിക്സ്ഡ് കോസ്റ്റ് അൺകൺട്രോളബിൾ ആണ്. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് എന്തായാലും വരും. ഇപ്പൊ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ അവിടെയാണ് സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് റെന്റിന് എടുത്തതാണ്. ആ റെന്റ് എന്തായാലും വരും. നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല. കാരണം അവര് പറഞ്ഞ റെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇല്ലെങ്കിൽ ഈ ലൊക്കേഷനൊക്കെ മാറ്റേണ്ടി വരും. അത് ബിസിനസിനെ ഒരുപാട് തരത്തിൽ ബാധിക്കും. അപ്പൊ അതിനെന്തായാലും നമ്മൾ നിൽക്കില്ല. ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യും തോറും, അതേപോലെ നമ്മൾ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോഴും ഒരു വർഷം എന്തായാലും ഈ ഫിക്സ്ഡ് കോസ്റ്റിൽ വലിയ തോതിലുള്ള ചേഞ്ചസ് ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. ഇത് എന്തായാലും ഇൻകർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് അൺകൺട്രോളബിൾ ആണ്. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? വാരിയബിൾ കോസ്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും പലതരം ആക്ടിവിറ്റീസിലൂടെ. പലതരം യൂണിറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യണത് കുറയ്ക്കുന്നതിലൂടെ നമുക്ക് വാരിയബിൾ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വാരിയബിൾ കോസ്റ്റ് അഥവാ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോളബിൾ ആണ്. കൺട്രോളബിൾ ആണ്. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് is the cost nothing but a change occurred in the total cost due to changes take place on the level of production, that's increase or decrease by 1 unit of production. ഇപ്പൊ നമ്മള് ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എപ്പോഴും ചെയ്യണത് 100 യൂണിറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ 101 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയാം. അഡീഷണൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഡിക്രീസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ആ അഡീഷണൽ കോസ്റ്റ്, അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുക. അവിടെ വാരി ചെയ്തത് എന്താണ്? ആ 1 യൂണിറ്റ് ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയാം. മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച്, ദാറ്റ് മീൻസ് ഇൻക്രീസ്, ഓക്കെ, ഇൻ ദ ടോട്ടൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഓർ ഇൻക്രീസ് ഇൻ ദി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എത്രത്തോളം ചേഞ്ചസ് ഇല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വന്നിട്ടുണ്ട്, അത് സ്റ്റഡി ചെയ്യുന്നതാണ് എന്ത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റ് നമുക്കറിയാം കോൺസ്റ്റന്റ് ആണ്. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് അത് ഫിക്സ്ഡ് തന്നെ ആയിരിക്കും. വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വാരിയബിൾ കോസ്റ്റ് മൂന്ന് കോമ്പണൻസ്: ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, വാരിയബിൾ പോർഷൻ ഓഫ് ഓവർഹെഡ്. ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിൽ വന്നിട്ടുള്ളത്. സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നതോ അത് പാർഷ്യലി ഫിക്സ്ഡ് ആയിരിക്കും, പാർഷ്യലി വാരിയബിൾ ആയിരിക്കും.
അതെന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും. കുറച്ച് കോസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ഇലക്ട്രിസിറ്റി ചാർജ്, ടെലഫോൺ ചാർജ് ഒക്കെ. ഇത് ഒരു പരിധി വരെ നമുക്ക് ഫിക്സ്ഡ് ആണെന്നുള്ളത് നമുക്ക് ഒരു പരിധി വരെ അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ളതാണ് വാരി ചെയ്യുക. ഒരു മിനിമം കോസ്റ്റ് ഉണ്ട് ഇല്ലേ, ഇലക്ട്രിസിറ്റി ചാർജിനും ടെലഫോണിനൊക്കെ ഒരു മിനിമം എന്തായാലും വരും നമുക്കറിയാം. പിന്നെ അങ്ങോട്ട് കൂടുന്നത് അതിന്റെ യൂസേജ് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് പാർഷ്യലി ഫിക്സ്ഡും പാർഷ്യലി വാരിയബിളും എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതിന്റെ ഫിക്സ്ഡ് ആൻഡ് വാരിയബിൾ. അതേപോലെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റിന്റെ മാർജിനൽ കോസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് ചാർജ് ചെയ്യുക. സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ഇനിയാണ് നിങ്ങൾ പഠിക്കേണ്ട രണ്ട് ഇക്വേഷൻ വരുന്നത്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. സൈഡിൽ എഴുതി വെക്കാം. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. ഇത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. അത്രയും വലിയ ഈ ഒരു +1 +2 ഡിഗ്രി PG എല്ലാ ഒരു ലെവലിലും പഠിക്കേണ്ട ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഇതാണ് ഐറ്റമാണ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. ഇതെന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ബേസ് ആണ് ചോദിക്കുക. ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. The method of difference in the ബേസിലാണ് contribution equal to sales minus variable cost എന്നുള്ള ഇക്വേഷൻ. ഇനി മെത്തേഡ് ഓഫ് മീറ്റിംഗിന്റെ ബേസിൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. നമുക്ക് ചെറുതായിട്ട് മാർജിനൽ കോസ്റ്റിംഗ് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓക്കെ, സെയിൽസ് നിന്ന് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നേരത്തെ എന്താ മുകളിൽ നോക്കൂ, സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. അപ്പൊ സെയിൽസ് നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും അല്ലേ? അപ്പൊ ഇനി കോൺട്രിബ്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താ കുറയ്ക്കേണ്ടത്? ഫിക്സ്ഡ് കോസ്റ്റാണ് കുറയ്ക്കേണ്ടത്. കോൺട്രിബ്യൂഷൻ കിട്ടി നമുക്ക്, സെയിൽസ് നിന്ന് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? അവിടെ പ്രോഫിറ്റ് കിട്ടി. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം നോക്കാം. അവിടെ തന്നിട്ടുണ്ട് സെയിൽസ് 1 lakh, വാരിയബിൾ കോസ്റ്റ് 25,000, ഫിക്സ്ഡ് കോസ്റ്റ് 20,000. അപ്പൊ ഫൈൻഡ് ഔട്ട് കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ്. ഓക്കെ, ചെയ്യൂ. 1 മിനിറ്റ് വേഗം ചെയ്യൂ. സെയിൽസ് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷന് ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. കിട്ടിയില്ലേ? റൈസ് ഓക്കെ, ഇത് എല്ലാ ക്വസ്റ്റ്യൻസിലും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി നമ്മൾ മെത്തേഡ് ഓഫ് ഡിഫറൻസ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ്. ഇനി ഈ മെത്തേഡ് ഓഫ് കവറേജിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സമ്മേഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റും പ്രോഫിറ്റും ആണ് മെത്തേഡ് ഓഫ് കവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. മാർജിനൽ കോസ്റ്റിംഗ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, ബ്രേക്ക് ഡൗൺ അനാലിസിസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. മാർജിനൽ കോസ്റ്റിംഗ്, കോസ്റ്റ്, അതേപോലെ വോളിയം. ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മൾ എത്ര കോസ്റ്റ് വരുന്നു, എത്ര വോളിയംസ്, എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എത്ര പ്രോഫിറ്റ് വരുന്നുണ്ട്, അതിനെ ടോട്ടലി അനലൈസ് ചെയ്യണ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അഥവാ CVP അനാലിസിസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ബ്രേക്ക് ഇവൻ പോയിന്റ് അനാലിസിസ്. ഓക്കെ, ബ്രേക്ക് ഇവൻ പോയിന്റ് അനാലിസിസ്. ഇത്രയും നേരം പഠിച്ചതിൽ 2 ഇക്വേഷൻ നിങ്ങൾ മനസ്സിൽ വെക്കുക. Sales minus variable cost equal to contribution, fixed cost plus profit is equal to contribution. Okay.
ഇനി അടുത്ത ബ്രേക്ക് ഈവൻ പോയിന്റ് അനാലിസിസ് നമ്മൾ നോക്കുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഡിവൈഡ് ഈക്വൽ പ്ലേസ് അല്ലെങ്കിൽ പൊസിഷൻ. നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെന്റൻസ് നോക്കുക, വായിക്കൂ ആ സെന്റൻസ്. Break-even point is the point at which the total cost is equivalent to total revenue. എന്താണ് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് അഥവാ BEP പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ്, മൊത്തത്തിലുള്ള ചെലവ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? മൊത്തത്തിലുള്ള റവന്യൂ, വരുമാനത്തോട് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. TC ഈക്വൽ ടു TR. നമുക്ക് വാങ്ങിച്ച് എഴുതി വെക്കാം. TC ഈക്വൽ ടു TR. 20 മാർക്ക് ആയതുകൊണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല. TC equal to TR. At break-even point, the business neither earn profit nor incur a loss. അവിടെ പ്രോഫിറ്റും ഉണ്ടാവില്ല, അവിടെ ലോസും ഉണ്ടാവില്ല. Okay. It means that the firm's cost is recovered at a minimum level of production. അപ്പോൾ ഫേമിന് വന്ന ചെലവ്, ദാറ്റ് മീൻസ് ഫേമിന്റെ കോസ്റ്റ് അവിടെ മിനിമം ലെവൽ ഓഫ് പ്രൊഡക്ഷനിൽ തന്നെ കവർ ചെയ്ത് പോവുകയാണ് ചെയ്യണത്. കോസ്റ്റ് വരുമാനവുമായിട്ട് കവർ ചെയ്ത് പോകുന്നു. അപ്പൊ അവിടെ എന്താണ്? അവിടെ പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ഇപ്പൊ 10,000 കോസ്റ്റ് വന്നു എന്നുണ്ടെങ്കിൽ 10,000 നമുക്ക് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട്, ദാറ്റ് മീൻസ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ആ ഒരു റവന്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ്? പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ ആയിട്ട് മാച്ച് ആയി പോകുന്നുണ്ട്. അപ്പൊ അതിനെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയും. നമ്മൾ കറക്റ്റ് ആയിട്ട് റവന്യൂവിനും കോസ്റ്റിനെയും നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ഓർ ടോട്ടൽ സെയിൽസ്. അതിനെയാണ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്നത്. ഇപ്പൊ സെയിൽസ് ഗ്രേറ്റർ ദാൻ BEP സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആയിരിക്കും. കാരണം ടോട്ടൽ സെയിൽസ് അവിടെ കൂടുതലാണ്. അപ്പൊ സെയിൽസ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാവും. ഇനി സെയിൽസ് ലെസ് ദാൻ BEP സെയിൽസ് ആണെന്നുണ്ടെങ്കിലോ അവിടെ ലോസ് ആയിരിക്കും. കാരണം സെയിൽസ് കുറവാണ് അവിടെ. ഓക്കെ, കോസ്റ്റ് കൂടുതലാണ്. അതാണ് BEP സെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ റോൾ ഓഫ് BEP ടുവാർഡ്സ് മാനേജറിയൽ ഡിസിഷൻ. ഈ ഒരു BEP നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കും. ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ അനിവാര്യത മാനേജറിയൽ ഡിസിഷനിൽ എത്രത്തോളമാണ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. Fixation of selling price, acceptance of special of foreign order, incremental analysis, make or buy decision, key fact analysis, selection of production mix, maintaining specific level of production, profit and so on. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാനേജറിയൽ ഡിസിഷൻസിന്റെ റോള്, BEPന്റെ റോളായി പറയുന്നത്. ഇത് കുറച്ചും കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഇനി വരുന്ന പോയിന്റ്സില്. പിന്നെ BEP വന്നിട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് നാരോ സെൻസിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. BEP ഇൻ പോയിന്റ്സ് ആൻഡ് BEP ഇൻ സെയിൽസ് ആണ്. യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ താഴെയുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? സെയിൽസ് 20 യൂണിറ്റ്, വാരിയബിൾ കോസ്റ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? 10 യൂണിറ്റ്സ് ആണ്, ഫിക്സ്ഡ് കോസ്റ്റ് 1000 ആണ്. അപ്പൊ സെയിൽസ് നിന്ന് വാരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ യൂണിറ്റ് കിട്ടി, ഫിക്സ്ഡ് കോസ്റ്റ് 1000 കുറച്ച്, അപ്പൊ 990 കിട്ടി. ഓക്കെ, നമ്മളിനി BEP പോയിന്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് യൂണിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ആണ് കേട്ടോ. ഫിക്സ്ഡ് കോസ്റ്റ് എമൗണ്ട് ആയിട്ട് തന്നിട്ടുണ്ടാവും, 1000 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ഇപ്പൊ കോൺട്രിബ്യൂഷൻ നമ്മൾ യൂണിറ്റ് ആയിട്ട് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സെയിൽസും അതേപോലെ ഇവിടെ വാരിയബിൾ കോസ്റ്റ് യൂണിറ്റിലാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ കോൺട്രിബ്യൂഷൻ നമ്മൾ യൂണിറ്റിലാണ് കണക്കാക്കുക അല്ലെ. അപ്പൊ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആകുമ്പോൾ 20 മൈനസ് 10 യൂണിറ്റ്സ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് BEP കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ്. അപ്പൊ 1000 ഡിവൈഡഡ് ബൈ 10, 100 യൂണിറ്റ്സ് BEP യൂണിറ്റ്സിൽ കിട്ടും നമുക്ക്. ഓക്കെ, അത് ആ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ്. നെക്സ്റ്റ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡില് സെയിം ആസ് ടു പ്രോബ്ലംസ് ഒക്കെ ആ ഒരു ലെവലിൽ തന്നെ വരുന്നത്.
ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി സെല്ലിംഗ് പ്രൈസ് മെത്തേഡിൽ ഇക്വേഷൻ എന്താണ്? BEP equal to break even point unit into selling price per unit. സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റിലാണോ തന്നിരിക്കുന്നത് അതേ ഇൻറ്റു BEP എത്ര യൂണിറ്റിലാണോ തന്നിരിക്കുന്നത്. ഇപ്പൊ മോളത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ BEP എത്ര യൂണിറ്റിലായിരുന്നു? ഇവിടെ 100 യൂണിറ്റ്സിലാണ് അല്ലേ? 100 യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? സെല്ലിംഗ് പ്രൈസ് 20 യൂണിറ്റ്സിലാണ്. ഓക്കെ, അപ്പോ 100 ഇൻറ്റു 20 യൂണിറ്റ്സ്, അപ്പൊ എത്രയാണ്? 2000 യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും, റുപ്പീസ് ആയിട്ട് കിട്ടും. ഓക്കെ, അതാണ് BEP റുപ്പീസിൽ കണക്കാക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് പ്രകാരം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് യൂണിറ്റ്സിലാണോ അതോ ശരിക്കും എമൗണ്ട്സിലാണോ തരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് യൂണിറ്റ്സ് ആകുമ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ PV റേഷ്യോ മെത്തേഡ്. PV റേഷ്യോ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ബേസിൽ നമ്മൾ BEP കാണുകയാണെന്നുണ്ടെങ്കിൽ BEP റുപ്പീസിലായിരിക്കും നമ്മൾ നോക്കുക. ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഓക്കെ, എന്താണ് PV റേഷ്യോ? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ നോട്ട് ചെയ്യുക കേട്ടോ. PV റേഷ്യോ, അതേപോലെ ബ്രേക്ക് ഇവൺ റേഷ്യോ, ബ്രേക്ക് ഇവൺ പോയിന്റ് റേഷ്യോ, ദെൻ കോൺട്രിബ്യൂഷൻ, ആ രണ്ട് ഇക്വേഷനും വെരി ഇമ്പോർട്ടൻറ്റ്. PV റേഷ്യോന് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ്. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് എന്താണ്? കോൺട്രിബ്യൂഷൻ ആണ് അല്ലേ? അപ്പൊ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? PV റേഷ്യോ ആണ്. ഓക്കെ, PV റേഷ്യോക്ക് രണ്ട് ഇക്വേഷൻ ആണ്, സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്, അല്ലെങ്കിൽ PV റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്, അല്ലെങ്കിൽ PV റേഷ്യോക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ഫിക്സ്ഡ് കോസ്റ്റ് അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ് ബ്രേക്ക് ഇവൺ സെയിൽസ് എന്ന് പറയുന്നത്. PV റേഷ്യോ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക് ഇവൺ പോയിന്റ് സെയിൽസ് വോളിയത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, സെയിൽസ് വോളിയത്തിൽ DCR ലെവൽ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ സെയിൽസ് വോളിയത്തിൽ നമുക്ക് റിക്വയർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് എത്ര കിട്ടുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് മിക്സ് ബെറ്റർ ആണോ നമ്മൾ ചൂസ് ചെയ്തിറക്കണം എന്നുള്ളത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇല്ലുസ്ട്രേഷൻ 2. അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ഇതിലെല്ലാം ഡയറക്റ്റ് ആയി തരും. നിങ്ങൾക്ക് ആ ഇക്വേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ടല്ലോ. ഫിക്സ്ഡ് കോസ്റ്റ് 3 lakh, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 20, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30. ബ്രേക്ക് ഇവൺ പോയിന്റ് യൂണിറ്റ്സിൽ കിട്ടുകയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? ബ്രേക്ക് ഇവൺ പോയിന്റ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ്. അപ്പൊ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. 30 minus 20, 10. Then 3 lakh divided by 10. Sales minus variable cost ആണ് 30 minus 20 ആണ് 10. അപ്പൊ 30,000 യൂണിറ്റ്സ് കിട്ടും. ഇനി ബ്രേക്ക് ഇവൺ റുപ്പീസിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിറ്റ്സിലല്ല കണ്ടത്. ഇനി റുപ്പീസിൽ കാണാനുള്ള ഇക്വേഷൻ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യും. BEP യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. ദാറ്റ് മീൻസ് 30,000 യൂണിറ്റ് ഇൻറ്റു 30, 9 lakh. ഇനി മെത്തേഡ് 2 ആണെന്നുണ്ടെങ്കിൽ PV റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ മെത്തേഡ് 1 പ്രകാരവും ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും ലാസ്റ്റ് ആൻസർ എന്താണ്? 9 lakh ആണ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പ്രത്യേകിച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, വരാൻ ചാൻസ് ഇല്ല. ഗ്രാഫ് മെത്തേഡ് ഇനി അടുത്തത്. ഗ്രാഫ് മെത്തേഡിൽ എക്സ് ആക്സിസിൽ യൂണിറ്റ്സ്, വൈ ആക്സിസിൽ കോസ്റ്റ് വോളിയം റുപ്പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ടോട്ടൽ സെയിൽസ് പറഞ്ഞിട്ടുണ്ട്, അത് ടോട്ടൽ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇതിൽ പറയുന്നത് നമുക്ക് ബ്രേക്ക് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റും കൂടി ആ ഒരു ബ്രേക്ക് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ പ്രോഫിറ്റ് ഉണ്ടാവില്ല, ലോസ് ഉണ്ടാവില്ല, കോസ്റ്റും റവന്യൂവും തമ്മിൽ ഈക്വൽ പൊസിഷൻ ആയിരിക്കും. ആ ഒരു ഏരിയയാണ് എന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബ്രേക്ക് ഓൺ സെയിൽസ് വോളിയം ഓഫ് സെയിൽസിനേക്കാൾ എക്സസ് ആണ് സിറ്റുവേഷനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ആക്ച്വൽ സെയിൽസും ബ്രേക്ക് ഇവൺ സെയിൽസും തമ്മിലുള്ള വ്യത്യാസം എന്ന് കൂടി പറയാം.
അപ്പൊ എന്തായിരിക്കും ഇക്വേഷൻ? നോട്ട് ചെയ്തോളൂ. മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഓൺ സെയിൽസ്. ഓക്കെ, ബ്രേക്ക് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ബ്രേക്ക് ഓൺ സെയിൽസ് തന്നിട്ടില്ല, നിങ്ങൾക്ക് പ്രോഫിറ്റും തന്നിട്ടുണ്ട്, അതേപോലെ കോൺട്രിബ്യൂഷനും സെയിൽസും തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് എന്ത്? പി വി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. അപ്പൊ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഹയർ മാർജിൻ ഓഫ് സേഫ്റ്റി ആണെന്ന് എന്താണ്? ആ ഫേമിന്റെ ബിസിനസ് നല്ല സൗണ്ട് ആണെന്ന് പറയാം. ബ്രേക്ക് ഓൺ സെയിൽസ് റുപ്പീസിലെ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ, അതേപോലെ കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇനി ന്യൂ ഇക്വേഷൻ ആണ് ന്യൂ വോളിയം ഓഫ് സെയിൽസ് റുപ്പീസ്. അല്ലെങ്കിൽ ഡിസയേർഡ്, നമുക്ക് ഡിസയേർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് വെച്ചിട്ട് കാണുന്ന ഇക്വേഷൻ ആണ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസയേർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ തരും. ടു ഫൈൻഡ് ഡിസയേർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട്, ഒരു പ്രോഫിറ്റ് തരും നിങ്ങൾക്ക്. അപ്പൊ അത് വെച്ചിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ആ ലെവൽ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഈ ഇക്വേഷൻ പഠിക്കുക, BEP-ന്റെ ഇക്വേഷൻ പഠിക്കുക, ഈ ന്യൂ വോളിയം ഓഫ് സെയിൽസിന്റെ ഇക്വേഷൻ പഠിക്കുക, ദെൻ കോൺട്രിബ്യൂഷൻ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് പഠിക്കുക, ദെൻ കോൺട്രിബ്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പഠിക്കുക, ദെൻ സോ 3 ഇക്വേഷൻസ് പഠിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗിൽ മെയിൻ ആയിട്ട് നിങ്ങൾ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ചോദിച്ചു കണ്ടില്ല എങ്കിലും ആ പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഇപ്പോ മേക്ക് ഓർ ബൈ ഡിസിഷൻ, കീ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളെ നോട്ടിൽ അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ സൈഡിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ ആദ്യത്തെ, ഇനി കീ ഫാക്ടർ വരും, കുറെ അനാലിസിസ് വരുന്നുണ്ട്, കുറെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട് പ്രോബ്ലംസ് വരില്ല. ഫസ്റ്റ് വൺ, മേക്ക് ഓർ ബൈ ഡിസിഷൻ. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ്, ഒരു ഓർഗനൈസേഷനെ സങ്കല്പിക്കുക. നിങ്ങൾ ആ ഒരു ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷൻ നമ്മൾ ഉണ്ടാക്കണം. ആ പ്രൊഡക്റ്റ് അത് നമ്മൾ വാങ്ങിച്ചാലാണോ ബെറ്റർ? ഏതാണ് കോസ്റ്റ് കുറവ്? നിങ്ങൾ ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ റോ മെറ്റീരിയൽസ് നിങ്ങൾ ഉണ്ടാക്കണോ അതോ നിങ്ങൾ വാങ്ങിച്ചാൽ മതിയോ? ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് മേക്ക് ഓർ ബൈ ഡിസിഷനിലൂടെ. അതിന് മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ ചെലവ് വരും, അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് ഏതാണ് ബെറ്റർ? ഓക്കെ, ഇപ്പൊ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 8,000, വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 വരുന്നുണ്ടെങ്കിൽ 10,000 അല്ല, ഇപ്പൊ ഒരു 1 lakh അല്ലെങ്കിൽ ഒരു 50 lakh ആ ഒരു ലെവലിലൊക്കെ ഉദ്ദേശിച്ച അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു ലെവലിലാണ് ഏറ്റവും കോസ്റ്റ് കുറവ് ഏതാണോ നമ്മൾ അത് പ്രിഫർ ചെയ്യുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് വർത്ത് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, കോസ്റ്റ് കുറവാണ്, ആ ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള പ്രൈസ് കൂടുതലാണ്, അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ചൂസ് ചെയ്യും. ഓക്കെ, പ്രൊഡക്റ്റ് വാങ്ങുന്നതിനേക്കാൾ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും. വർത്ത് ഓഫ് പ്രൈസ്, കോസ്റ്റ് നമുക്ക് കൂടുതലാണ്, ഇന്ന് മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ ചൂസ് ചെയ്യുക? ഓഫ് കോഴ്സ് നമ്മൾ ആ മാർക്കറ്റിൽ പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും ചെയ്യുക, കാരണം കോസ്റ്റ് കൂടുതലും പ്രൈസ് കുറവുമാണ്. ഓക്കെ, then next, accepting the export offer. നമ്മൾ എക്സ്പോർട്ട് ചെയ്യണോ
അതോ നമ്മൾ ഡൊമസ്റ്റിക് ആയി വാങ്ങിക്കണോ? ഒരു പ്രൊഡക്റ്റ്, ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രൊഡക്റ്റിന് അത്യാവശ്യമുണ്ട്. അപ്പൊ നമുക്കത് എക്സ്പോർട്ട് ചെയ്താലാണോ നമുക്ക് കൂടുതലായിട്ട് ബെറ്റർ ആവുക, അതോ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണോ ബെറ്റർ ആവുക? ഓക്കെ. ലോക്കൽ മെർച്ചന്റിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ സാധനം കിട്ടും. അതിന്റെ കോസ്റ്റ് ആ ഒരു കമ്പനീന്റെ എല്ലാ ചെലവും നോക്കുമ്പോൾ ബെനിഫിഷ്യൽ ആയിരിക്കും. അതിനനുസരിച്ച് എക്സ്പോർട്ടിംഗ് ഓഫർ കൊടുക്കാൻ പറ്റും എന്നതാണ് അക്സെപ്റ്റിംഗ് ദ എക്സ്പോർട്ട് ഓഫറിൽ നോക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് കോസ്റ്റ് ആണ് അനലൈസ് ചെയ്യുന്നത്. രണ്ട് കോസ്റ്റ് ഉണ്ടാവും. ഒന്ന് എക്സ്പോർട്ട് കോസ്റ്റും ഒന്ന് ഫോറിൻ കോസ്റ്റും, ഒന്ന് വന്നിട്ട് ഡൊമസ്റ്റിക് ഇല്ലെങ്കിൽ ലോക്കൽ മെർച്ചന്റിൽ വരുന്ന കോസ്റ്റും. അതിൽ വിച്ച് വൺ ഈസ് ബെറ്റർ എന്ന് നോക്കുന്നതാണ് ഈ ഒരു അക്സെപ്റ്റിംഗ് ദി എക്സ്പോർട്ട് ഓഫറിൽ പറയുന്നത്. ഓക്കെ. അതിൽ ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് ഓരോ കാര്യങ്ങളിലും എത്ര ചെലവ് വരും എന്നുള്ളത് നോക്കും. അതേപോലെ ലോക്കൽ മെർച്ചന്റിന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ യൂണിറ്റിലും എത്ര ചെലവ് വരും എന്ന് നോക്കും. എന്നിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യും വിച്ച് വൺ ഈസ് ബെറ്റർ. ഓക്കെ. Then next key factor. Key factor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a limiting factor or deterring factor on sales volume, profit, labor, material and so on. ഇപ്പൊ ഒരു കമ്പനിയുടെ കീ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് വേണിച്ചാൽ ലേബർ ആക്കാം, അല്ലെങ്കിൽ ആ കമ്പനിക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയാം. ഓക്കെ. അവരില്ലാതെ, ആ ഒരു കീ ഫാക്ടർ ഇല്ലാതെ ആ ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനെയാണ് കീ ഫാക്ടർ എന്ന് പറയാം. ഓക്കെ. അത്ര ഇമ്പോർട്ടന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കീ എന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. കീ ഫാക്ടർ, ഇമ്പോർട്ടന്റ് ഫാക്ടർ. അതില്ലാതെ നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ആ ഒരു കീ ഫാക്ടർ വെച്ചിട്ട് വേണം നമ്മൾ കോസ്റ്റ് ഒക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിന് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു ഫേമിന്റെ ബെറ്റർ പൊസിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വർത്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കീ ഫാക്ടർ കൺസിഡർ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കോസ്റ്റ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതാണ് കീ ഫാക്ടറിൽ പറയുന്നത്. Then selecting the suitable product mix. സെലക്ടിങ് ദ സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് മിക്സ്. നമ്മൾ കുറേ പ്രൊഡക്റ്റ് മിക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് പറഞ്ഞാൽ ഇപ്പൊ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് കുറെ പ്രൊഡക്ട്സിന്റെ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. അതിൽ ബെറ്റർ ആയിട്ട് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മിക്സ് ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് സെലക്ട് ചെയ്യുന്ന സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള കോസ്റ്റും കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ബെറ്റർ ആവുന്ന ഒരു പ്രൊഡക്റ്റ് മിക്സ് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സെലക്ടിങ് ദ സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് മിക്സിലാണ് വരിക. ഓക്കെ. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പലതരത്തിലുള്ള ചോയ്സസ് നമ്മളുടെ മുന്നിൽ വരും. എന്നിട്ട് നമ്മളിപ്പോ ഒരു ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു സ്റ്റേജിലൊക്കെ +2 കഴിഞ്ഞ സ്റ്റേജിലൊക്കെ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ഒരു കമ്പനിയിലും പലതരത്തിലുള്ള ഡിസിഷൻസ് വരും. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് മിക്സ് ഏറ്റവും കൂടുതൽ ഈ കോസ്റ്റിനെയൊക്കെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും നല്ലൊരു ഡിസിഷൻ എടുക്കാൻ മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഡിറ്റർമൈനിങ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഓപ്പറേഷൻസ്. മാക്സിമം റിസോഴ്സിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് സെല്ലിംഗ് പ്രൈസ് ഒക്കെ കുറച്ച് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ഒക്കെ കുറച്ചിട്ട് പ്രോഫിറ്റ്സ്, ഗ്രേറ്റർ പ്രോഫിറ്റ്സ് ഏത് ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഓപ്പറേഷൻസിൽ ഉണ്ടാക്കാം എന്നത് ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് കറക്റ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കഴിയും. ഓക്കെ. അതാണ് എന്ത് ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഓപ്പറേഷൻ ഡിറ്റർമൈൻ ചെയ്യാം മാർജിനൽ കോസ്റ്റിംഗിൽ. ഇനി അടുത്തത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. നമ്മൾ ഈ മെത്തേഡ് പ്രകാരം നമ്മൾ ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് പ്രോഫിറ്റും വേണം, അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഒരു കോൺട്രിബ്യൂഷനും വേണം. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് എത്ര കിട്ടുന്നു, ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ. അതൊന്ന് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റും കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ ആ പ്രോഫിറ്റും കോൺട്രിബ്യൂഷനും എങ്ങനെ നമുക്ക് ഗ്രേറ്റർ ആയിട്ട് ജനറേറ്റ് ചെയ്യാം, അത് ഐഡന്റിഫൈ ചെയ്യാൻ ഈ മാർജിനൽ കോസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, ആ ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. അതിലൂടെ നമുക്ക് ഗ്രേറ്റർ പ്രോഫിറ്റബിലിറ്റി ആ ഓർഗനൈസേഷനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു. ഇത്രയാണ് മെയിൻ ആയിട്ട് മാർജിനൽ കോസ്റ്റിംഗിന്റെ അപ്ലിക്കേഷൻ ലെവലിൽ വരുന്നത്. എന്തൊക്കെയായിരിക്കും ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ ഡിസിഷൻ എടുത്താലാണ് ചെയ്യാൻ കഴിയുക. ഓക്കെ.
അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾ ആ ഇക്വേഷൻസ് PV റേഷ്യോ അറിഞ്ഞിരിക്കണം. കോൺട്രിബ്യൂഷൻ കണക്കാക്കാനുള്ള 2 ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. BEP അറിഞ്ഞിരിക്കണം. പിന്നെ അത് നമ്മൾ പറഞ്ഞ DCAയുടെ പ്രോഫിറ്റിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് മനസ്സിലാക്കിയിരിക്കണം. 3 ഇക്വേഷൻസ് പഠിക്കണം. കുറെ ഇക്വേഷൻസ് ഉണ്ട്, എഴുതി പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ എനി ഡൗട്ട്സ്? ഹലോ മാം. യെസ്. അവിടെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പറഞ്ഞില്ലേ? യെസ്. അതിൽ സെമി വേരിയബിൾ ഓവർഹെഡ് അത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. സെമി വേരിയബിൾ ഓവർഹെഡ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനിൽ വന്നിട്ട് 20%, 80% ആണ്. അത് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. അത് മനസ്സിലായി. 20% വരുന്ന സമയത്ത് ആ ടോട്ടൽ എമൗണ്ടിന്റെ 20%ഉം 80%ഉം ഡിവൈഡ് ചെയ്യുന്ന മനസ്സിലായി. അത് 70%ലേക്ക് മാറ്റുന്ന സമയത്ത് എങ്ങനെ വരിക വേരിയബിളില്? അത് നമുക്ക് ടോട്ടൽ ആയിട്ട് എടുക്കുമ്പോൾ 40,000 1 സെക്കൻഡ് 50,000 കിട്ടിയില്ലേ? 50,000 into 70%. അപ്പൊ നമുക്ക് 35,000 കിട്ടും. അതേ into 80%, കാരണം വാരിയബിൾ 80% അല്ലേ. അപ്പൊ 35,000 into 80%, 28,000 കിട്ടിയില്ലേ? അങ്ങനെ ഫസ്റ്റ് നമ്മൾ അതിന്റെ 70% പിന്നെ 80% കാണണം അല്ലേ? അതെ. കാരണം നമ്മൾ അവിടെ വാരിയബിലിറ്റി പിന്നെയാണ് മെഷർ ചെയ്യണത്. ആദ്യം നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് നോക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് വാരിയബിലിറ്റി നമ്മൾ നോക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. മാം. പറയൂ. ഈ ബ്രേക്ക് ഈവൻ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു. വിദ്യ വൺ സെക്കൻഡ് റേഞ്ച് ഇല്ല കേട്ടോ, നേരെ പറയും. ഓക്കെ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. നമ്മളിപ്പോ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഒക്കെ സിംഗിൾ ആയിട്ട് തന്നെ വരിക, അല്ലാതെ ബ്രേക്ക് ഈവൻ മാത്രം കണ്ടുപിടിക്കാനാണ് അതോ കോൺട്രിബ്യൂഷൻ സെപ്പറേറ്റ് ആയിട്ട് വരുമോ? ഇപ്പൊ കോൺട്രിബ്യൂഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഉണ്ട്, അതേപോലെ ഫിക്സ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. PV റേഷ്യോ കണ്ടുപിടിക്കാനോ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഉണ്ട്. അപ്പോ ഈ ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ കോൺട്രിബ്യൂഷന് തന്നിട്ട്, ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട്. കാരണം എല്ലാ ഇപ്പൊ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, PV റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരിക. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആവണം. ഓക്കെ, അപ്പൊ ഇതിന് എത്ര മാർക്കിന്റെ എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ലെസൺ? നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും 20 മാർക്കിനല്ലേ വരിക? അപ്പൊ 20 മാർക്കിന് തന്നെ ഇരിക്കും. പിന്നെ ഇതൊരു 10 ആ ഒരു ലെവലിലൊക്കെ വരുള്ളൂ. 10 മാർക്കിന്റെ ശരിക്കും 20 മാർക്കിന് തരികയായിരിക്കും പിന്നെ ചെയ്യാം. അപ്പൊ നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഹലോ. യെസ് പവിത്ര പറയൂ. മാം, ആ ക്യാഷ് ഫ്രം ഓപ്പറേഷനിലെ ഫസ്റ്റ് ഇലിസ്ട്രേഷന്റെ ക്വസ്റ്റ്യൻ ഇല്ലേ? ഇന്നലെ എടുത്തതാണോ? ഞാൻ ചോദിക്കാൻ വന്നപ്പോഴേക്കും മാം കട്ട് ചെയ്ത് പോയി. അത് ടൈം കഴിഞ്ഞുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഞാൻ കട്ട് ചെയ്യുന്നതല്ല. ക്യാഷ് ഫ്രം ഓപ്പറേഷനിലെ ഫസ്റ്റ് പ്രോബ്ലം പറയൂ, നോക്കട്ടെ. അതിലെ ബാലൻസിങ് എങ്ങനെയാ ചെയ്യുന്നത്? അത് നമ്മള് ബാലൻസിങ് ഒന്നതിന്റെ എന്താ പറയൂ, പ്രോഫിറ്റ് സെയിൽസ്, നമ്മള് സെയിൽസിന്റെ ബേസിൽ 1 സെക്കൻഡ് ട്ടോ. ഓക്കെ. ക്യാഷ് ഫ്രം ഓപ്പറേഷൻ അല്ലേ? അതെ. ക്യാഷ് ഫ്രം ഓപ്പറേഷനിൽ നമ്മൾ വന്നിട്ട്
ക്യാഷ് ഫ്രം ഓപ്പറേഷനിൽ നെറ്റ് പ്രോഫിറ്റ് ഇല്ലേ? നെറ്റ് ആ, അതെ. പ്രോഫിറ്റിലൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റം ദാറ്റ് മീൻസ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,60,000 അല്ലേ? ആ 2,60,000 പ്ലസ് 16,600. അപ്പൊ ഓക്കെ. എത്ര കിട്ടും? 2,60,000 മൈനസ് 16,600. അപ്പോ 2,43,400. 2,43,400 കിട്ടും. മൈനസ് 9,400. അതില് 94,000 എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. കാരണം 9,000 പ്ലസ് 300 100 ആണ്. അപ്പൊ എത്ര കിട്ടും നമുക്ക്? ആ ഒരു എമൗണ്ട് കിട്ടും. ഓക്കെ, മനസ്സിലായി. ഓക്കെ. നിങ്ങളുടെ പിന്നെ thank you. ടെക്സ്റ്റിൽ ചില എമൗണ്ട്സ് ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇൻ കേസ് അതില് റോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കുക. 2-3 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തപ്പോ ആ ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ വെക്ക്. മുഹമ്മദ് പറയൂ. ഓഡിബിൾ ആണ്. നമ്മളെ എന്താ ഡിപ്രീസിയേഷൻ എടുക്കില്ല, അതില് നമ്മളൊരു പ്രോബ്ലം ചെയ്തില്ല. ഒരു ഇക്വേഷൻ ബേസ്ഡ് 1/3 എന്ന് പറഞ്ഞിട്ട് അതിന് നമുക്ക് ആ 4/, ഇക്വേഷൻ മനസ്സിലായി. അതിൽ ആ 4/10 കിട്ടിയിട്ട് നമ്മൾ ആ 1/3 എന്താ ചെയ്യും? നമ്മള് ഈ ലൈഫ് 1/, ലൈഫ് എഴുതണില്ല. ഹലോ പറഞ്ഞോളൂ. ഹലോ, നമ്മള് ഇതില്ലേ ലൈഫ് എഴുതുന്നില്ല. അതായത് 1 മൈനസ് s by c raised to 1 minus n അല്ലേ ഇക്വേഷൻ? ഡിപ്രീസിയേഷൻ നമ്മളെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഹലോ 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 ഹലോ, നിങ്ങൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ ഈ 1/3 raised to 1/3 ഇല്ലേ, അത് നമ്മൾ എന്താ ചെയ്യാ? അത് ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. കാരണം 1/4 എന്നുള്ള ലെവലിലൊക്കെയല്ലേ വരിക ആ ഒരു ഇത്. അപ്പൊ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. അത് മാത്സിലത്തെ കാര്യമാണ്. മാത്സ് നമ്മളിപ്പോ വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമല്ലേ. അപ്പോ നിങ്ങൾക്ക് ഇൻ കേസ് ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ 1/4 അങ്ങനെ റേസ്റ്റ് വെച്ചിട്ട് പ്രോബ്ലംസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി വരത്തില്ലേ. അപ്പൊ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് നോക്കാം, പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ 1/4 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ 4/1 എന്നുള്ള ലെവലിൽ അങ്ങോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് കൂടുതലായിട്ട് അറിയില്ലെങ്കിൽ കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അതില്. അപ്പൊ നമ്മുടെ ടൈം ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നാളെ ബാക്കിയുള്ള പോർഷൻസ് നോക്കാം. താങ്ക് യു.